ഗൈസ് അങ്ങനെ ISLലെ ഈ സീസണിലെ ഫൈനൽ മത്സരം എവിടെ വെച്ചാണ് നടക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ആയിരിക്കുന്നു. ഏത് സിറ്റി അല്ലെങ്കിൽ ഏത് സ്റ്റേഡിയം എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകുക. അതിന് പറയാനായിട്ടില്ല, ഇനിയും സമയമുണ്ട്. പക്ഷേ എങ്ങനെയാകും അത് വരിക, അതിനൊരു പുതിയ റൂൾ സംഭവം ISL കൊണ്ടുവരുന്നു എന്നുള്ളതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. ആക്ച്വലി ഞാൻ മുമ്പ് ചിന്തിച്ചിട്ടുണ്ട് ഇതിന് സമാനമായി. അതായത് ISLന്റെ ഫൈനൽ മത്സരം ലീഗിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്ന ഒരു ടീമിൻ്റെ ഹോമിൽ വെച്ചായിരിക്കണം എന്നുള്ളതൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് അതിനേക്കാൾ ഒരു ബെറ്റർ ഐഡിയ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് ISLൽ ഏത് ടീമുകൾ ഫൈനൽ വന്നാലും ഇപ്പോൾ 2 ടീമുകളാണല്ലോ ഫൈനൽ കളിക്കുക. ആ 2 ടീമുകളിൽ ലീഗ് സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയിട്ടുള്ള ഏത് ടീമിനായിരിക്കും ആ ടീമിൻ്റെ ഹോമിൽ വെച്ചായിരിക്കും ഫൈനൽ നടക്കുക എന്നുള്ളതാണ്. അതായത് സെമി ഫൈനൽ മത്സരങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ ഫൈനൽ എവിടെ വെച്ചായിരിക്കും എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തൂ എന്നുള്ളതാണ് നമുക്ക് ഇപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇപ്പം മോഹൻ ബഗാൻ ഫൈനലിൽ കയറി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കൊൽക്കത്തയിൽ വെച്ചായിരിക്കും മത്സരം നടക്കുക എന്നുള്ളതാണ്. കാരണം അവർക്കാണല്ലോ അവർ ഷീൽഡ് വിന്നേഴ്സ് ആയതുകൊണ്ട് തന്നെ. ഇനി അതല്ല, ഇപ്പം മുംബൈ സിറ്റി ആണെങ്കിൽ മോഹൻ ബഗാൻ ഒഴികെയുള്ള ടീമുകൾ വന്നു കഴിഞ്ഞാൽ അവർക്കായിരിക്കും എന്നുള്ളത്. ഇനിയിപ്പം ഗോവയും ഒഡീഷയും തമ്മിലുള്ള ഒരു മത്സരമാണ് ഫൈനൽ വരുന്നതെങ്കിൽ ഫട്ടോഡയിൽ വെച്ച് ഗോവയിലായിരിക്കും നടക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ ഒഡീഷ FC മാത്രമായിരിക്കും ഇനിയൊരു സാധ്യത. അതായത് ഒഡീഷ FCയുടെ ഹോമിൽ വെച്ച് മാത്രമായിരിക്കും മത്സരം നടക്കത്തില്ല എന്നുള്ളൊരു ഉറപ്പ് പറയാൻ പറ്റുന്ന സാധ്യതകൾ ഏറ്റവും കൂടുതൽ നമുക്ക് പറയാം. ഇപ്പം കൊൽക്കത്ത, അതുപോലെ മുംബൈ അല്ലെങ്കിൽ ഗോവ, ഈ 3 വേദികളിൽ എവിടെയെങ്കിലും വെച്ചായിരിക്കും ഈ ഒരു ISL സീസണിലെ ഫൈനൽ നടക്കുക എന്നുള്ളതാണ്. ഏതായാലും ഇതൊരു നല്ല സെറ്റപ്പാണ് കേട്ടോ. എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇത് തന്നെ ഇനി മുന്നോട്ട് കൊണ്ടുപോയാലും നല്ലതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇതിങ്ങനെ ഒരു കൺഫ്യൂഷൻ, ചിലവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകാം. ഇങ്ങനൊരു അനൗൺസ്മെൻറ്റ് ഇപ്പോൾ ISLൻ്റെ ഭാഗത്ത് വരുമ്പോൾ ഏത് വെന്യൂ ആയിരിക്കും. അപ്പം അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു വീഡിയോ, ഒരു എക്സ്പ്ലനേഷൻ എന്ന നിലയിൽ ചെയ്തൊരു വളരെ ചെറിയിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണിത്. അപ്പം എന്താണ് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ? ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുക. സനിയ.